ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഓസ്ട്രേലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ലാറ്റ്വിയൻ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ എടുക്കാമെന്ന് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓസ്ട്രേലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ എടുക്കാം, നോർമലി എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞുതരാം. നോർമലി നമുക്ക് 16 വയസ്സ് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈസൻസ് എടുക്കാം. അതായത് നോളജ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് പാസ്സായാൽ നമുക്ക് ഈ പറയുന്ന എൽ ബോർഡ് വെച്ച് ഓട്ടിക്കാം. അറൗണ്ട് 120 മണിക്കൂർ ഓട്ടിക്കണമെന്നാണ് 12 മന്ത്സിൽ. അത് കഴിഞ്ഞാൽ നമുക്ക് പി കിട്ടും. അതായത് ഇവിടെ രണ്ട് സെക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നോളജ് എക്സാംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൽ പ്ലേറ്റ് വെച്ച് ഒരു ഫുൾ ലൈസൻസ് ഉള്ള ആളെ അടുത്തിരുത്തി നമുക്ക് വണ്ടി ഓട്ടിക്കാം. ഇല്ലെങ്കിൽ എല്ല് വെച്ചാണ് ഇവിടെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത്. ഈവൻ നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ DKT എടുത്തതിന് ശേഷം എടുത്തതിന് ശേഷം മാത്രമേ അവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. കാര്യം എടുത്തതിന് ശേഷം അറൗണ്ട് 1 ഇയർ അല്ല, എല്ലിന് വാലിഡിറ്റി ഉണ്ടാവും. നമുക്ക് 1 ഇയർ കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ് എടുക്കാം. ഈ നോർമൽ ഏജിൻ്റെ കേസാണ് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 12 മന്ത്സിൽ 120-125 അവേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ, അത് ഇൻക്ലൂഡിങ് നൈറ്റ് ആണ്, കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് P1 കിട്ടും. ഓക്കെ, P1 കിട്ടുന്നതിന് മുന്നേ നമ്മളൊരു ഹസാർഡ് എക്സാം എഴുതണം. ഹസാർഡ് എക്സാം ആണോ, നമുക്ക് നോക്കിക്കോട്ടെ. അതെ, ഹസാർഡ് എക്സാം എഴുതണം. ഹസാർഡ് എക്സാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് P1 കിട്ടും. അതായത് റെഡ് പി കിട്ടും. റെഡ് പി വെച്ച് നമ്മൾ 12 മന്ത്സ് ഓട്ടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഗ്രീൻ പി കിട്ടും. ഓക്കെ, സോ ഗ്രീൻ പി കിട്ടി 12 മന്ത്സ് കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയൻ ഫുൾ ലൈസൻസ് കിട്ടും. ഇതാണ് നോർമലി എടുക്കുന്നതിൻ്റെ കേസ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാൻ, ചുമ്മാ ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും. ഇവിടെ നോർമലി ഈ പറയുന്നത് പോലെ ഓവർസീസ് ലൈസൻസ് കൺവേർഷൻസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത കൺട്രിയിൽ നിന്ന് വരുന്നവർക്ക് അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. ഇനി ഓവർസീസ് ലൈസൻസ് കൺവേർഷൻ ചെയ്യാൻ ഇല്ലാത്തവർക്കും ഇത് തന്നെയാണ് സ്കീം. പിന്നെ ഇതിലൊരു കുറേ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. 1-2 കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ അറിയാവുന്ന കണ്ടീഷൻസ് പറഞ്ഞുതരാം. 30 വയസ്സ് കഴിഞ്ഞിട്ടാണ് പുതുതായിട്ട് ഇവിടെ ഓസ്ട്രേലിയൻ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതായത് റെഡ് പിക്ക് പകരം നമുക്ക് ഗ്രീൻ പിക്ക് റിക്വസ്റ്റ് ചെയ്യാം. ചിലയിടത്ത് കിട്ടും, എല്ലാ കണ്ടീഷനിലും കിട്ടില്ല. നമ്മളിപ്പോൾ ഇത് ഡ്രൈവിംഗ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് പോലെ ആയിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞു തരാനും അറിയത്തില്ല. എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല, നമ്മൾ ഇന്ത്യൻ ലൈസൻസ് എങ്ങനെ ഓസ്ട്രേലിയൻ ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അതിനെക്കുറിച്ചാണ് പറയാൻ വന്നത് മെയിനായിട്ട്. നോർമലി മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ലൈസൻസ് കൺവേർഷൻ നമുക്ക് വേറൊന്നുമില്ല. ഇന്ത്യൻ ലൈസൻസ് എടുത്ത് 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് നോളജ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നോളജ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് അടുത്ത ദിവസം തന്നെ നമുക്ക് ഡേറ്റ് എടുക്കാം. ഈ അവേഴ്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യേണ്ട. അതായത് 12 അവേഴ്സ്, 120 അവേഴ്സ്, 25 അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട. കാര്യം ഞാൻ പറയാൻ കാര്യം, നോർമലി നമ്മളൊരു ലൈസൻസ് എടുത്തൊരു ഓസ്ട്രേലിയൻ ഫുൾ ലൈസൻസ് കിട്ടാൻ മിനിമം 3 ഇയർ എടുക്കും. അതായത് എൽ പ്ലേറ്റ് വെച്ച് ഓട്ടിക്കണം 12 മന്ത്സ്. 16-നും 25-നകത്തുള്ള ഏജുള്ള ആളാണെങ്കിൽ 12 മന്ത്സ് ഓട്ടിക്കണം. അത് കഴിഞ്ഞ് റെഡ് പീൽ 1 ഇയർ ഓട്ടിക്കണം. ദെൻ ഗ്രീൻ പീൽ 1 ഇയർ ഓട്ടിക്കണം. അപ്പോൾ ഫുൾ ലൈസൻസ് കിട്ടാൻ വേണ്ടി അറൗണ്ട് 3 ഇയർ എടുക്കും. അതേപോലെ ഹസാർഡ് എക്സാംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഒരു ഓവർസീസ് ലൈസൻസ് നമുക്ക് കൺവേർഷൻ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇന്ത്യൻ ലൈസൻസ് കൺവേർഷൻ ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യയിൽ ലൈസൻസ് എടുത്ത് 3 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. എങ്കിൽ നമുക്ക് നോളജ് എക്സാം പാസ്സായതിനു ശേഷം നമുക്ക് ഇന്ത്യൻ ലൈസൻസിൻ്റെ വെരിഫിക്കേഷനൊക്കെ അവർ NSW, ഞാൻ ന്യൂ സൗത്ത് വെയിൽസിലാണ് നിൽക്കുന്നത്, ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. മറ്റുള്ള സ്റ്റേറ്റിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ന്യൂ സൗത്ത് വെയിൽസിൻ്റെ നമുക്ക് സർവീസ് NSW ഓഫീസിൽ പോകാൻ പറ്റും. ഓഫീസിൽ പോയിട്ട് നമ്മളെ ഇന്ത്യൻ ലൈസൻസ് നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് എക്സാംസ് ഒഴിവാക്കാം. നമുക്ക് ഈ ഹസാർഡ് എക്സാം ഒഴിവാക്കി നമുക്ക് ഡയറക്റ്റ് റോഡ് ടെസ്റ്റിലോട്ട് പോകാം. ഇനി ഈ DKT എക്സാം നമ്മൾ NSW സർവീസിൽ പോയി, സർവീസ് NSW പോയി അറ്റൻഡ് ചെയ്യാം. നമുക്ക് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാം. ഈ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ നമുക്ക് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാം. പക്ഷേ ബൈക്കിനൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് തന്നെ പോയി അറ്റൻഡ് ചെയ്യണം. അപ്പം അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഹസാർഡ് എക്സാംസ് ഒഴിവാക്കാം. ഈ ഇന്ത്യൻ ഓവർസീസ് ലൈസൻസ് കൺവേർഷൻ ആണെങ്കിൽ ദെൻ നമുക്ക് ഡയറക്റ്റ് ഒരു ഡേറ്റ് എടുത്ത് റോഡ് എക്സാം അറ്റൻഡ് ചെയ്യാം. ഈ റോഡ് എക്സാം നമ്മൾ പാസ്സായ റോഡ് എക്സാം നോർമലി നമുക്ക് എല്ലാ റൂൾസും, ഹെഡ് ചെക്ക് അല്ലെങ്കിൽ 3 പോയിന്റ് ടേണിങ്, പാരലൽ പാർക്കിംഗ്, അപ്സ് പാർക്കിംഗ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇതെല്ലാം നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് NSW പോയി അടുത്ത ഡോക്യുമെൻറ്റ്സുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ലൈസൻസ് കിട്ടും. സോ ഓവർസീസ് ലൈസൻസ് കൺവേർഷനുള്ള പ്ലസ് പോയിൻറ്റ്സ് അതാണ്. നമ്മൾ
റിട്ടേൺ എക്സാം എഴുതി റോഡ് എക്സാം പാസ്സായ ഫുൾ ലൈസൻസ് കിട്ടും. ഓക്കെ, എന്നതാണ് ഫുൾ ലൈസൻസ് കിട്ടും. അതൊരു പ്ലസ് പോയിന്റ്സ് ആണ്. പിന്നെ ഈ ചിലർക്ക് ഇപ്പം നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് എടുത്തിട്ട്, കാര്യം ഞാൻ 1-2 കേസുകൾ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്, ചില ഇന്ത്യൻ ലൈസൻസ് എടുത്തിട്ട് 1 ഇയർ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ 2 ഇയർ ആയിട്ടുള്ളൂ ഉണ്ടെങ്കിൽ അവർക്ക് ഗ്രീൻ പിയിലോട്ട് ചെയ്തു, ഗ്രീൻ പി വെച്ചൊരു 12 months കൂടി ഓട്ടിക്കുമ്പോൾ ഫുൾ ലൈസൻസ് കിട്ടും. സോ ഇതാണ് നോർമലി നമുക്ക് ഓവർസീസ് ലൈസൻസ് കൺവേർഷൻ ചെയ്യേണ്ട മെയിൻ പ്രോസസ്സ്. ഇതിന് നമുക്ക് ഈ പറയുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ DKTക്ക് ഒരു $35-40, അത് കഴിഞ്ഞ് നമ്മൾ റോഡ് ടെസ്റ്റിനൊരു അതേപോലെ ഒരു എമൗണ്ട്. പിന്നെ നമ്മൾ ലൈസൻസ് എത്ര വർഷത്തേക്ക്, 1 ഇയറിലേക്ക് എടുക്കാം, 2 ഇയറിലേക്ക് എടുക്കാം, 10 ഇയറിലേക്ക് എടുക്കാം, 5 ഇയറിലേക്ക് എടുക്കാം, നമ്മൾ അതിനുള്ളൊരു ഫീസ് അതവിടെ അടയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ കുറേ കൺട്രികളുണ്ട്, കാറ്റഗറി എയും കാറ്റഗറി ബിയും കുറച്ച് കൺട്രീസുകളുണ്ട്. അതായത് ഞാനിപ്പം വന്നത് കാറ്റഗറി ബി കൺട്രിയാണ്, കാര്യം എൻ്റെ യൂറോപ്യൻ കൺട്രി വന്നിട്ട് കാറ്റഗറി ബിയിലാണ് വരുന്നത്. അപ്പോൾ കാറ്റഗറി ബിയിലുള്ളൊരു കൺട്രി ആയതുകൊണ്ട് എനിക്ക് ഈ റോഡ് എക്സാമും ഈ പറയുന്നത് പോലെ ഹസാഡ് എക്സാമും നോളജ് ടെസ്റ്റും ഒന്നും എഴുതേണ്ടി വന്നില്ല. ഡയറക്റ്റ് കൺവേർഷൻ ആയിരുന്നു, ഫുൾ ലൈസൻസ് ആണ് കിട്ടിയത്. കാരണം ഞാൻ എടുത്തിട്ട് ഓൾറെഡി ഈ പറയുന്നത് പോലെ 1 വർഷത്തിന് മുകളിലായി. അതുമല്ല ഈ കാറ്റഗറിയിൽ വരുന്ന കൺട്രികളിൽ വരുന്ന ലൈസൻസ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കൺവേർഷൻ ചെയ്യാം. അറ്റ് എ ടൈം തന്നെ ഫുൾ ലൈസൻസ് കിട്ടും. ഓക്കെ, ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ഫുൾ ലൈസൻസ് കിട്ടും. അതായത് കാറ്റഗറി എയിൽ ഒരുപാട് കൺട്രീസ് വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് NSWയുടെ സൈറ്റിൽ തന്നെ ഉണ്ട്, അതിൽ കയറി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ കാറ്റഗറി എയും കാറ്റഗറി ബിയും ഏതൊക്കെ കൺട്രീസ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഇതൊക്കെയാണ് കാറ്റഗറി എയിലും കാറ്റഗറി ബിയിൽ വരുന്ന കൺട്രീസ്. ഈ കൺട്രിയിലുള്ളവർക്ക് ഈസി ആയിട്ട് നമുക്ക് ഡയറക്റ്റ് കൺവേർഷൻ, അതായത് UK, നെതർലാൻഡ്, അയർലൻഡ്, ഇറ്റലി, ഇങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസിലെല്ലാം നമുക്ക് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഓസ്ട്രേലിയൻ ലൈസൻസ് എടുത്തതും നോർമലി നമുക്ക് ഓസ്ട്രേലിയൻ ലൈസൻസ് എടുക്കുന്നതും ഇങ്ങനെയാണ്. സോ ഓവർസീസ് ലൈസൻസ് ഉള്ളവർക്ക് ഈസി ആയിട്ട് ഫുൾ ലൈസൻസ് കിട്ടും. പിന്നെ ഫുൾ ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് ഓസ്ട്രേലിയൻ ഫുൾ ലൈസൻസ് കിട്ടി, ഒരു എന്താ പറയുക, ഇനി ഞാൻ ഒന്നിനെയും പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ഒരിക്കലും ഓട്ടിക്കരുത്. കാര്യം ഇവിടെ നമ്മൾ എല്ലാ റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്ത് തന്നെ ഓട്ടിക്കണം. ഓവർ ഇത് ഡ്രിങ്ക് ചെയ്ത് ഓട്ടിക്കരുത്. പിന്നെ ഒരുപാട് സൈൻ ബോർഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ഓട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനും കിട്ടും, ഡിമെറിറ്റ്സ് പോയിന്റ്സും കിട്ടും. സോ അങ്ങനെ പോയിന്റ്സ് ഡിമെറിറ്റ്സായി ഒരു പർട്ടിക്കുലർ പോയിന്റ്സ്, എനിക്ക് തോന്നുന്നു 11 പോയിന്റ്സിന് താഴെ അങ്ങനെ എന്തോ ആണെന്ന് തോന്നി. അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അല്ലേ, ഞാൻ ഇപ്പോൾ എടുത്തതേ ഉള്ളൂ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ. പോയിന്റ്സിന് താഴെ പോയി നമ്മൾ വീണ്ടും നമ്മുടെ ലൈസൻസ് ഒന്നേന് നമ്മൾ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോൾ സസ്പെൻസ് ആവും, അല്ലെങ്കിൽ നമ്മൾ ഡ്രിങ്ക്സ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരുപാട് കോർട്ടിലൊക്കെ പോകണം, ഒരുപാട് ഫോർമാലിറ്റികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാരും ചെയ്യരുത്. ലൈസൻസ് എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നവരൊക്കെ ലൈസൻസ് എടുക്കുക. ഈസി ആയിട്ട് നമുക്ക് ഇന്ത്യൻ ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് ഓസ്ട്രേലിയൻ ലൈസൻസ് എടുക്കണം. ഓവർസീസ് ലൈസൻസ് കൺവേർഷനും ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.